പ്രധാനമന്ത്രിജിയെ കണ്ട് നമ്മുടെ സുൽത്താനുൽ ഉലമ തിരിച്ചു പോന്നപ്പോൾ ഏതോ പത്രക്കാർ ചോദിച്ചു, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണോ? ഞങ്ങളോടൊക്കെ ഏത് നാട്ടിൽ ചെന്നാലും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഞങ്ങളൊക്കെ പറയണ മറുപടി എന്താണെന്നറിയോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ഹാവ് എ വെരി വെരി സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദി പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് gives a very clear picture what is India and what should be India. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ, അതിൻ്റെ മുഖവുരയിൽ തന്നെ സെക്യുലറിസവും സോഷ്യലിസവും സോവറിൻറ്റിയും ഡെമോക്രസിയും റിപ്പബ്ലിക്കാണ് എന്നതും മാത്രമല്ല, ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം എല്ലാം പറഞ്ഞ് ഇവിടെ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഇത്രയും കൃത്യമായി പറഞ്ഞ ഒരു ഭരണഘടന വേറെ ലോകത്തെവിടെയില്ല. അങ്ങനെയുള്ള ഭരണഘടനയടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആലിമ് ലോകത്ത് ലോ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ഇബാറത്തൊന്ന് ശ്രദ്ധിച്ചു പറയാം. എൻ്റെ അറിവിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ നോളജ് സിറ്റിയിൽ ലോ കോളേജ് ഉണ്ടാക്കിയതുപോലെ വേറൊരു ആലിമ് ലോ കോളേജ് ഉണ്ടാക്കിയ എൻ്റെ അറിവിലില്ല. ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടാകാം. ഞങ്ങളിന്ന് നൂറുകണക്കിന് വക്കീലന്മാർ കോടതി ചെന്നിട്ട് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നവരും വാദിക്കുന്നവരും ഒക്കെയാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്തെവിടെ പോയാലും പറയും, നിങ്ങളെ രാജ്യം മുസ്ലിം രാജ്യമാണല്ലോ, നിങ്ങളെ ഭരണഘടനയിലുണ്ടോ എല്ലാ മതക്കാർക്കും ഇതുപോലത്തെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന? ആർക്കും കാണാൻ പറ്റൂല. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ആസ് ലോങ് ആസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊട്ടക്റ്റഡ്, മുസ്ലിംസ് ആർ പ്രൊട്ടക്റ്റഡ് ഹിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഭരണഘടന ഉള്ള കാലത്തോളം മുസ്ലിമീങ്ങൾ സുരക്ഷിതർ തന്നെ. അതേസമയം ഭരണഘടന വരെ വില വെക്കാത്ത ആളുകളുണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. അതിന് അവിടേക്കൊക്കെ പോകണോ? 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് അറിയാത്തവർ എത്ര ആളുണ്ട് നമ്മളെ കൂട്ടത്തിൽ? ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ അറിവുള്ള എത്ര ആളുകളും നിസ്കരിക്കാത്തവരുണ്ട് എന്നുള്ളൊന്ന് കണക്കെടുത്ത് നോക്കി. അള്ളാഹു നൽകിയ ഭരണഘടന അംഗീകരിക്കാൻ അതിൻ്റെ ആൾക്കാരായ നമ്മൾ തന്നെ തയ്യാറാകുന്നില്ല എങ്കിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണത്തിലെത്തുമ്പോൾ അവർക്ക് അനുകൂലമായി ഭരണഘടന മാറ്റാനും മറ്റുമൊക്കെയുള്ള ശ്രമം നടത്തും. അതിനൊക്കെ നേരിടാനുള്ള സംവിധാനം വരെ കൃത്യമായി പറഞ്ഞച്ച ഒരു ഭരണഘടനയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. അപ്പം ഞാൻ പറഞ്ഞത് കാന്തപുരം ഉസ്താദിന്റെ അത്തരം പ്രസ്താവന വരെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങാണ്. ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെ പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട. അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിവിടെ വന്നിട്ടില്ല. ശത്രുശരങ്ങൾ മുന്നിൽ നിഷ്ഫലമാകുമ്പോൾ